ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ സഖ്യത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് ജെ.ഡി.യു അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ്. ആർ.ജെ.ഡി. മേധാവി ലാലു പ്രസാദ് യാദവിന്റെ ക്ഷണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആർ.ജെ.ഡിയുമായി കൈകോർത്തതിലൂടെ തനിക്ക് 2 തവണ തെറ്റുപറ്റിയെന്നും എൻ.ഡി.എയിൽ തന്നെ തങ്ങൾ തുടരുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നേരത്തെ നിതീഷ് കുമാറിനായി തങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നായിരുന്നു ലാലു പ്രസാദ് പറഞ്ഞത്. ഇതോടെ മഹാഗത്ബന്ധനിലേക്ക് നിതീഷ് വീണ്ടും ഭാഗമായേക്കുമെന്ന തരത്തിൽ ഊഹാപോഹങ്ങളും ഉയർന്നിരുന്നു. ഇത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിതീഷിന്റെ ഇപ്പോഴത്തെ മറുപടി. 2005 നവംബർ 24 മുതൽ ബീഹാറിലെ ജനങ്ങൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരം നൽകി. അതിനുശേഷം തങ്ങൾ സംസ്ഥാനത്തിന്റെ വികസനത്തിനായി തുടർച്ചയായി പ്രവർത്തിക്കുകയാണ് എന്നും 2005 മുൻപ് ബീഹാറിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആളുകൾ വൈകുന്നേരത്തിന് ശേഷം വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ക്രമീകരണം ഉണ്ടായിരുന്നില്ല. റോഡുകൾ തകർന്നുവെന്നും നിതീഷ് ചൂണ്ടിക്കാട്ടി. ബീഹാറിലെ ജനങ്ങൾ തങ്ങളെ ചുമതലയേൽപ്പിച്ചപ്പോൾ തൊട്ട് സംസ്ഥാനത്തിന്റെ അവസ്ഥ മാറിയെന്നും 2 തവണ അബദ്ധത്തിൽ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തങ്ങൾ ഒരുമിച്ച് നിന്ന് ബീഹാറിനൊപ്പം രാജ്യത്തെ വികസിപ്പിക്കുകയാണെന്നാണ് നിതീഷിന്റെ വാദം. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നിതീഷ് കുമാറിന് മഹാഗത്ബന്ധനിലേക്ക് ലാലു ക്ഷണിച്ചത്. നിതീഷ് കുമാറിന് ഞങ്ങളോടൊപ്പം ചേരാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയും. പൊതുജനങ്ങൾക്കും നിതീഷ് കുമാറിനുമായി ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വാതിൽ തുറന്നിടണം. നിതീഷ് മടങ്ങി വരാൻ തീരുമാനിച്ചാൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല എന്നായിരുന്നു ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരുന്നത്. എന്നാൽ ലാലുവിന്റെ മകനും പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് ഇത് തള്ളിക്കളയുകയായിരുന്നു. മാധ്യമങ്ങളെ ശാന്തരാക്കാനാണ് പിതാവ് പറഞ്ഞത് എന്നും മറ്റു തലങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നുമായിരുന്നു തേജസ്വിയുടെ മറുപടി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മഹാഗത്ബന്ധൻ വിട്ട് നിതീഷ് എൻ.ഡി.എയിലേക്ക് മടങ്ങിയത്. എൻ.ഡി.എക്കെതിരെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ മുന്നിൽ നിന്നയാളായിരുന്നു നിതീഷ് കുമാർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2 തവണ ആർ.ജെ.ഡിയും ജെ.ഡി.യുവും തമ്മിൽ സഖ്യത്തിലായിട്ടുണ്ട്. 2024 വിശാല പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചതും നിതീഷ് കുമാർ തന്നെയായിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിതീഷ് കുമാർ എൻ.ഡി.എ പാളയത്തിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. ജെ.ഡി.യുവിന്റെ കൂടി പിന്തുണയിലാണ് കേന്ദ്രത്തിന്റെ എൻ.ഡി.എ അധികാര തുടർച്ച നേടിയത്.